നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം, റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നത് 24,285 285 റെസിസ്റ്റൻസിന്റെ ഒരു താഴെയുള്ള ഒരു ഓപ്പണിംഗ് ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചായിരുന്നു, ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലാണ്. അതിനുശേഷം നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്, പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക, ഇന്ന് വന്നിരിക്കുന്ന ലോ ശ്രദ്ധിക്കുക. ഇന്ന് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 24,195. ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെയാണ് പിന്നെ നമ്മൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോൾ 24,195 താഴേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി നിർത്തിയിരുന്നത്. അപ്പൊ എപ്പോഴും ആ ഒരു റൈറ്റ് ഒരു സപ്പോർട്ടിന്റെ ഒരു ഇമ്പോർട്ടന്റ് മനസ്സിലാക്കുക. കാരണം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ റൈറ്റ് ഏരിയയിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനും, ഇൻ കേസ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ പൊസിഷൻ എടുക്കാനും, ഈ ഒരു ഏരിയയിലൊക്കെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ഹൈലി റിസ്ക് ആണ്. എപ്പോഴും റൈറ്റ് ഒരു സപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ എന്തൊരു ഇൻഡിക്കേറ്ററും എന്തൊരു ടെക്നിക്കലും ഉപയോഗിക്കുമ്പോഴും നമ്മൾ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ഒന്ന് മാർക്ക് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്താൽ തന്നെ വളരെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ദിവസം പറയുന്ന ട്രേഡിംഗ് പ്ലാനുകളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിഫ്റ്റിയിലും ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,300 താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഹയർ ലെവൽ ഈ ഒരു ലെവലിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലുകൾ ഉണ്ട്. നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റിയുടെ ആയാലും ഒരു ബൗൺസിന് ഒരു സാധ്യതയുണ്ട്. വളച്ചാറ്റി കൂടിയത് കൊണ്ട് തന്നെ ബൗൺസിന് ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. നമുക്ക് ഒരു പൊസിഷനിൽ ഒരു വ്യൂ അല്ല നിഫ്റ്റിയെ കുറിച്ച് പറയുന്നത്. ഇൻട്രാഡേ മാനേജ് ചെയ്യും. ട്രെൻഡ് സ്റ്റിൽ വീക്ക്നെസ് ആണ്. ആ ഒരു വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ്, വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഒക്കെ നോക്കി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് നൽകിയിരുന്നത് 50,260 സപ്പോർട്ട് നൽകുന്നത്. 260 താഴെയുള്ള ഒരു ഓപ്പണിംഗ് ആണ്, ഷോർട്ട് സെല്ലാണ്. അപ്പൊ റൈറ്റ് ഒരു ട്രെൻഡ് നമുക്ക് കിട്ടും. നിഫ്റ്റിയിലായാലും നമുക്ക് എങ്ങനെയാണ് വരും ദിവസത്തിൽ മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഒരു ഏരിയ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹൈയുടെ അടുത്ത് എക്സാക്ട് ആയിട്ടുള്ള ലെവൽ പറയാം. ഈ ഒരു ഏരിയ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതനുസരിച്ച് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു ലോ 24,195 നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ നിഫ്റ്റി അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 24,085 സപ്പോർട്ട്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യാൻ, ഈ സപ്പോർട്ടിന്റെ അടുത്തേക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അതിനുശേഷം നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ആണ് ഈ ഒരു ലെവലില് 24,015 സപ്പോർട്ട് കാണുന്നത്. 24,015. അതുപോലെ തന്നെ 24,000 തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ എക്സാക്ട് ആയിട്ടുള്ള ലെവല് 23,970. അപ്പോൾ 23,970 താഴെ ക്ലോസിംഗ് ആണ്. ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ലെവലുകൾ പറയാം. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ സപ്പോർട്ടിലാണെങ്കിൽ ബൗണ്ടറി ചെയ്യും. ഇതൊരു സപ്പോർട്ടാണ്. 24,080 സപ്പോർട്ടാണ്. ഹയർ ലെവലിലേക്ക് 24,200 അടുത്ത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 24,195 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന നൽകിയിരുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും ഇത് ബ്രേക്ക് ചെയ്താലാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 24,015, 23,970 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 23,970 ബ്രേക്ക് ചെയ്താലാണ് സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യും. 23,888 ആണ് സപ്പോർട്ട്. അതിന് താഴെയുള്ള സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഹയർ ലെവലിൽ നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ലെവലില് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് കാണുന്നത് 24,340 റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പോൾ 24,340 മാനേജ് ചെയ്യേണ്ട രീതി ഒന്ന് ശ്രദ്ധിക്കുക.
24,340 ഒരു മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പണിംഗ് ക്യാനിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇത് തന്നെ സ്റ്റോപ്പ് ലോസ് 340 ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാനിൽ തന്നെ സ്റ്റോപ്പ് ലോസ്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ലെവൽ ഓപ്പൺ ചെയ്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ റെസിസ്റ്റൻസ് ഈസി ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. റെസിസ്റ്റൻസുകൾ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് റിവേഴ്സ് ആകുന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അവിടെ വർക്ക് ചെയ്യും. പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യും 24,380, 340, 24,380, 24,380. കേസ് ഓപ്പൺ 380 ഒരു മുകളിലാണെങ്കിൽ 340 ബ്രേക്ക് ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. 340 ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ 340 ചെയ്തുകൊണ്ട് നിഫ്റ്റി നിലനിൽക്കും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ലെവലൊക്കെയാണ് ബൈർ ഓപ്പർച്യൂണിറ്റി. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 24,420, 24,440, 24,420, 24,440. അപ്പൊ ഈ രണ്ട് റെസിസ്റ്റൻസുകൾ ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനുശേഷം 600 അടുത്താണ് ഇവിടെ ഈ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 420 ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത് 600 അടുത്ത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 600 അടുത്തൊന്നല്ല 24,580 24,580 ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. 600 ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തത്. ഇന്നത്തെ ഒരു മാർക്കറ്റിൽ നമ്മൾ എക്സാക്ട് ആയിട്ട് പറഞ്ഞിരുന്നു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 24,195 ഒരു താഴെ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ്. എപ്പോഴും പറയുന്ന ഒരു കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന സാധ്യതയുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലായാലും ഇത്ര സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്താൽ എക്സാക്ട് ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നിഫ്റ്റിയുടെ ഈ ഒരു റേഞ്ചിന്റെ ഇടയിൽ ഒരു സപ്പോർട്ട് ഉണ്ട് 24,280. നമ്മൾ 285 കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇന്ന് 24,280. അപ്പൊ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു താഴെയാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും 280 എത്തുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 280 ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഫർദർ ആയിട്ടുള്ള ഷോർട്ട് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് 280 മുകളിലാണെങ്കിൽ ബൈക്കാണ് സാധ്യത. ജസ്റ്റ് ഒരു ബൗൺസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ നിഫ്റ്റിയിലും ഈ പറഞ്ഞിരിക്കുന്ന റേഞ്ചിൽ അല്ലെങ്കിൽ എക്സാക്ട് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുക. എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡ് കിട്ടും. ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ഇന്നത്തെ ഒരു വർക്കിംഗ് കണ്ടാൽ മനസ്സിലാകും. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണ് ഓപ്പണിംഗ് തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. അതിനുശേഷം സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തിരിച്ചു കയറിയതാണ് ഫിൻ നിഫ്റ്റി കണ്ടിരുന്നത്. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ ഫിൻ നിഫ്റ്റി മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 22,905 താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 940 മുകളിലേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 905. അതിനുശേഷം റെസിസ്റ്റൻസ് കാണുന്നത് 23,055 ആണ്. ഇതിന്റെ ഒരു താഴെ വന്നാൽ വീണ്ടും റിവേഴ്സ് ആകും. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് സാധ്യത. 22,720 സപ്പോർട്ടും നിലനിൽക്കുന്നുണ്ടോ നോക്കുക. ഇത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട്സ് ആൻഡ് പോസ്റ്റ് എക്സിറ്റ് ചെയ്യുക. ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്ത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 22 ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസ് 905. 22,770 താഴെ ഒരു ഓപ്പണിംഗ് ചെറിയ ടൈമിലെ വലിയ ടൈമിലെ ഷോർട്ട്സ് സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യും. അപ്പൊ അതിനുശേഷം സപ്പോർട്ട് 560 സപ്പോർട്ട്. അതിനുശേഷമുള്ള സപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക. എക്സാക്ട് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം എങ്ങനെ മാനേജ് ചെയ്യാം. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 50,250 സസ്റ്റെയിൻ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇനി ബൈക്ക് ഒരു സാധ്യത. 250 മുകളിൽ 440 അല്ലെങ്കിൽ 250 ബ്രേക്ക് ചെയ്ത ക്യാൻഡലിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 250 ഒരു താഴെയുള്ള ഒരു ഓപ്പണിംഗ് ഷോർട്ട്സ് ആണ് സാധ്യത. പക്ഷെ 185 എത്തുമ്പോഴേക്കും ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണം. 185 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് പിന്നെ വീക്ക്നെസ്. 50,080 സപ്പോർട്ട്. അതിനുശേഷം 49,920 സപ്പോർട്ട്. അതുപോലെ തന്നെ 49,830 സപ്പോർട്ട്. അതിനുശേഷം 49,730 സപ്പോർട്ട്.
ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിന്റെ താഴെയാണ്, ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, 920 സപ്പോർട്ട് ചെയ്യുന്ന പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. അതിനുശേഷം വീണ്ടും ഇതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇത്ര സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സൽ ട്രെൻഡ് നൽകാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. താങ്ക് യു.